വയനാടിന് പുറമെ 3 ജില്ലകളിലായി 11 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 6 പേരും കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്കുമാണ് രോഗം ബാധിച്ചത്. വയനാട്ടിൽ ലക്ഷങ്ങളുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൂടിയും ഷിഗല്ല സ്ഥിരീകരിച്ചു. ഷിഗല്ല രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് വർധനവുണ്ടാവുകയാണ്. ഓരോ ജില്ലയിലും രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. തിരുവനന്തപുരത്ത് 6 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല രോഗം പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് 3 പേരും വയനാട് 9 പേർക്കും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഷിഗല്ല രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വയനാട് ജില്ലയിൽ 47 പേരാണ് ഷിഗല്ല രോഗം സംശയിച്ച് ചികിത്സയിൽ കഴിയുന്നത്. മറ്റ് ജില്ലകളിലും നിരവധി പേർ ഷിഗല്ല രോഗം സംശയിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. എല്ലായിടത്തും വൃത്തിയായി സൂക്ഷിക്കണം, പകരുന്ന രോഗമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് റെയ്ഡ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയ്ഡുകൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര ഹോട്ടലുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഉൾപ്പെടെ തരാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല രോഗം പകരുന്നത്. കുട്ടികളെയാണ് ഇത് അധികവും ബാധിക്കുന്നത്. ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും ശേഷവും കൈകൾ നന്നായി കഴുകുക. കൈവിരലുകളിലെ നഖങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം. തുറസായ പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല. കുഞ്ഞുങ്ങളുടെ വിസർജ്യങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യുക. വീടിന്റെ പരിസരത്ത് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക. ഈച്ചശല്യം ഒഴിവാക്കുക. കന്നുകാലിത്തൊഴുത്തുകൾ കഴിവതും വീട്ടിൽ നിന്ന് അകലെയായിരിക്കാൻ ശ്രമിക്കുക. പൊതുടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും വൃത്തിയായി അടച്ചു സൂക്ഷിക്കുക. പഴകിയതും മലിനമായതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാം. ഇടയ്ക്കിടെ കിണറുവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. അങ്ങനെ ആരോഗ്യവകുപ്പ് നൽകുന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്വയം ചികിത്സ ഒഴിവാക്കുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക. ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.